നോക്കണം. എന്തെങ്കിലും ഇനി വേണം ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ എപ്പോഴും ഇത് കാണുന്ന ഫ്രണ്ട്സ് പറയും, കേട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവളത് എന്നെ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് പറയുള്ളൂ. ഞാൻ പറയില്ല, എനിക്ക് ഈ റിസ്ക് എന്നുള്ളൊരു സാധനം ചിലപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈവൻറ്റ് മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാനാണ് ക്യാമറ, ഈവൻറ്റ്സ്, കാര്യങ്ങൾ, ഡ്രസ്സ്, മേക്കപ്പ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ പറയും, എന്നാൽ നീ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ എനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഇതിന്നൊരു ഫണ്ട് പോലും ഞാൻ മേടിക്കത്തുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഓഗസ്റ്റിലാണ് കല്യാണം. പക്ഷെ ഇപ്പോഴേ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അവരിപ്പോൾ ഈച്ചടിച്ചിരിക്കുക, നീ കാരണം എല്ലാം സെറ്റ് ആക്കി ഞങ്ങൾക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ. ഭയങ്കരമായിട്ട് പ്ലാനിങ് ഞാൻ ഭയങ്കര അടിപൊളിയാണ് പ്ലാൻ ചെയ്യാൻ. അതെ, ഈവന്റ് മാനേജ്മെന്റ് ചിലപ്പോൾ തുടങ്ങാൻ ചാൻസുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കൊക്കെ എനിക്ക് കൊണ്ടുതരിക, ഹെൽപ്പ് ചെയ്ത ആൾക്കാരല്ല. അതെ, ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഈവന്റ് മാനേജ്മെന്റ് തുടങ്ങാം. പക്ഷെ അവസാനം വർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും ഈ സീറ്റ് വന്നിരുന്ന് കരയേണ്ടി വരും. റിസ്ക് എടുക്കൽ ചിലപ്പോൾ കുറച്ച് പാടായോണ്ടായിരിക്കും തുടങ്ങും.